ശ്രീ സന്ദീപ് വാര്യർ, രാജ്യത്തിന് തന്നെ അഭിമാനകരമായ വാർത്ത ശ്രീ LK അദ്വാനിക്ക് ഭാരത് രത്ന സമ്മാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെയാണ് ഈ വിവരം എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതി അത് അദ്ദേഹത്തിന് നൽകുകയാണ്. രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഇതെല്ലാം കണക്കിലെടുത്താണ് ഭാരത് രത്ന സമ്മാനിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായും വലിയ സന്തോഷം, അഭിമാനം. രാജ്യത്തെ ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് നയിച്ച ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രീകൃതമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങനെ അല്ലാതാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാഷ്ട്രീയ വ്യക്തിത്വമാണ് ലാൽകൃഷ്ണ അദ്വാനി. അദ്ദേഹത്തിന്റെ ജീവിതം എന്നും സംഘർഷഭരിതമായിരുന്നു. വിഭജനാനന്തര കാലത്ത് ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നും ഓടിപ്പോരേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. അങ്ങനെ വിഭജന കാലത്ത് ഇന്ത്യയിലെത്തി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഘത്തിന്റെ പ്രചാരകനായി സംഘത്തിലൂടെ പൊതുപ്രവർത്തനത്തിലിറങ്ങി അങ്ങനെ BJP-യിലേക്ക് എത്തിച്ചേരുകയും BJP ഉൾപ്പെടെയുള്ള രാജ്യം കണ്ട ഏറ്റവും കിരാതമായ ഫാസിസ്റ്റ് ഭരണത്തെ കരാവണത്തെ താഴെയിറക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുകയും ഒക്കെ ചെയ്ത ലാൽകൃഷ്ണ അദ്വാനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികാരികളിൽ ഒരാൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യം അർത്ഥമില്ല. അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം, പ്രത്യേകിച്ച് പാർലമെന്റിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഭരണഘടന എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പാർലമെന്ററി പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് സുരക്ഷിതമായിരുന്നു. കാരണം ദീർഘകാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് പലപ്പോഴും എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് കാതോർക്കുമായിരുന്നു. പാർലമെന്റിലെ കീഴ്വഴക്കങ്ങൾ സംബന്ധിച്ച് പാർലമെന്റിലെ നടപടിക്രമങ്ങൾക്ക് ഏറ്റവും ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ ലാൽകൃഷ്ണ അദ്വാനിജിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭാരതത്തിന് സമ്മാനിക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെയും സന്തോഷിപ്പിക്കുന്നതാണ്, അഭിമാനിക്കുന്നതാണ്. പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന വർഷത്തിൽ തന്നെ ലാൽകൃഷ്ണ അദ്വാനിജിക്ക് ശ്രീരാമ ക്ഷേത്രത്തിന്റെ അയോധ്യ മൂവ്മെന്റിന്റെ നായകത്വം വഹിച്ച ലാൽകൃഷ്ണ അദ്വാനിജിക്ക് രാജ്യത്തിന്റെ മുൻ ഉപപ്രധാനമന്ത്രിക്ക്, രാജ്യത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഭാരതത്തിന് സമ്മാനിക്കുക എന്നുള്ളത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ്. ആ ഉചിതമായ തീരുമാനം കൈക്കൊണ്ട നരേന്ദ്രമോദി സർക്കാരിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാനായിരിക്കും ഇന്ന് രാജ്യത്തെ ഓരോ ജനങ്ങളും ഓരോ പൗരന്മാരും ആഗ്രഹിക്കുക. അദ്വാനിജി എന്ന് പറയുന്ന അദ്വാനിജിയും അടൽജിയും ഒരു വലിയ കോമ്പിനേഷൻ ആയിരുന്നു. രാജ്യത്ത് ഒരു തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകരെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ തീർച്ചയായിട്ടും വലിയ പങ്ക് അദ്വാനിജി വഹിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുണ്ട്. എന്റെ കൈവിരൽ പിടിച്ച് നടത്തിയത് അടൽജിയും അദ്വാനിജിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ലാൽകൃഷ്ണ അദ്വാനിജിക്ക് ഭാരതം കിട്ടുമ്പോൾ അതിൽ സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടു കൂട്ടരുടെയും യാത്ര, രാഷ്ട്രീയ സമര എന്ന് പറയുന്നത് ഒരുമിച്ചായിരുന്നു. ഈ രണ്ടുപേരും സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് സിനിമയ്ക്ക് പോയി, അതിനുശേഷം ആ സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഡൽഹിയിലെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ പോയി അടൽജി പ്രസംഗിക്കുകയും അദ്വാനിജി കൂടെ നിൽക്കുകയും ചെയ്ത് അങ്ങനെ വളർത്തിയെടുത്ത അവരുടെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും BJP പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്കും ലാൽകൃഷ്ണ അദ്വാനിജിയെ പോലെ രാജ്യത്തെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവിന് കിട്ടിയ ഭാരതത്തിൽ തീർച്ചയായിട്ടും ആഹ്ലാദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു, ഭാരതീയൻ എന്ന നിലയ്ക്ക് എന്നെ അഭിമാനിപ്പിക്കുന്നു എന്ന് പറയാനുള്ളതായിരിക്കും. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ ഈ സമയം പ്രതികരിച്ചതിന്.